ഇപ്പം കാണിച്ചാൽ അമ്മ കൊണ്ടുപോവാ എങ്ങടാ വഴി കാണിച്ചതാ ഏതാ വഴി ഏതാ വഴി ഏതാ ഏതാ ആ ദീ വഴി അങ്ങോട്ട് പൊക്കോന്നു ദീ വഴി അങ്ങോട്ട് പോക്കോന്നു ആ വഴി എങ്ങടാ പോണ്ടേ ആ പോവാന്ന് പറഞ്ഞപ്പോൾ എന്താ ശരി എങ്ങടാ പോണ്ടേ ഇങ്ങനെ കളിക്കാനാ ഇങ്ങനെ കളിക്കാനാ ഇങ്ങനെ കളിക്കാനാ ഷട്ടിൽ കളിക്കാൻ പോവാ ഞാനല്ലേ കളിക്കുക നീയല്ലല്ലോ ഞാനല്ലേ കളിക്കണേ ഓ കണ്ണൻ കളിക്കാൻ പോണ പോലെ ഉണ്ട് കണ്ണൻ്റെ കയ്യിൽ ഷട്ടിൽ ബാറ്റ് കൊണ്ട് തരട്ടെ കയ്യിൽ കൊണ്ട് തരട്ടെ ബാറ്റ് കൊണ്ട് തരോ ചിരിക്കടോ മാഷേ ഒന്ന് ചിരിക്കടോ അയ്യോ ഇടച്ചിൽ പോവാ കമോൺ എണീക്കടാ കറങ്ങാൻ പോയാലോ ഓ കൊണ്ടുപോണില്ല ഞാൻ ശരിയാക്കി തരാടി നീ ഇങ്ങനെ കുറേ നേരമായി പറയണേ കൊണ്ടുപോണില്ല അല്ലേ കൊണ്ടുപോണാ പോവാ തല്ലാനാ കയ്യൊക്കെ പോക്കിട്ടോ തല്ലരുത് സാറേ തല്ലല്ലേ സാറേ കമോൺ വാ നമുക്ക് പോവാം സന്തോഷം കൊണ്ട് ചിരിച്ചാ എന്നും ഈ സമയത്ത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിറച്ച് പിള്ളേരുകളായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തെയും കല്യാണിയും എല്ലാവരും കൂടെ നിറച്ച് കളിയും ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ ആരും തന്നെ വീട്ടിലേക്ക് വന്നില്ല. അവർ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, ആരും വന്നിട്ടില്ല. അപ്പോൾ കല്യാണി ഇന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങുന്നതാണ് കേട്ടോ കണത് ചിണുക്കാം ഫ്രണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കല്യാണിനെ വിളിക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാം. കണ്ടാണ്ട് തോളിൽ കിടന്നിട്ട് ചിരിച്ചിട്ടൊരു ബോധമില്ലാണ്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് കല്യാണിനെയും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി വർഷാപ്പിൽ കൊടുത്തേക്കായിരുന്നില്ലേ, അപ്പോൾ അത് കിട്ടിയിട്ടാ. അപ്പോൾ അത് കിട്ടിയപ്പോൾ അതിനോടൊപ്പം വലിയൊരു ബില്ലും കിട്ടി. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ അതിനോടൊപ്പം വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ ഈ കൈനീട്ടി പിച്ചക്കാരെ പോലെ കൈനീട്ടി നിൽക്കുന്നത് ഒരു സാധനത്തിന് വേണ്ടിയായിരുന്നു. കണ്ടില്ലേ, ഇത് ഈ സാധനത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. നമ്മളുടെ മറ്റേ ബുക്ക് ഉണ്ടല്ലോ, രണ്ടാമത്തെ നമ്മളുടെ ബുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ DTPയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അയ്യോ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ തല കറങ്ങണേ ശരാ. വലിയൊരു ബില്ലാണ് കേട്ടോ കാറ് വർഷാപ്പിൽ നിന്ന് ഇറക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ഒരു വിഷമം മാറിയത് എനിക്ക് ഈ ഒരു ബുക്ക് കണ്ടപ്പോഴാണ് കേട്ടോ. കാരണം ഇതിനിപ്പോൾ കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഒറിജിനൽ കോപ്പികളൊക്കെ പുറത്തിറങ്ങുമല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷം കൊണ്ടാണ് ആ കാറിൻ്റെ ബില്ലിൻ്റെ ഒരു വിഷമം ഞാൻ മാറ്റിയെടുത്തത് കേട്ടോ. അപ്പം ഞാൻ ആ ബുക്കൊക്കെ ഇങ്ങനെ നോക്കായിരുന്നു. ഒറിജിനലല്ല, എനിക്ക് അവർ പ്രൂഫായിട്ട് ജസ്റ്റ് തന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനി കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അവർക്ക് നമ്മൾക്ക് എല്ലാം ഓക്കെ ആക്കി കൊടുത്തിട്ട് വേണം നമുക്ക് പ്രിൻ്റൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഞാൻ കുറേ നേരം അതും പിടിച്ച് ഇങ്ങനെ ഇരുന്നോണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത് വളരെ കുറവാണ്. ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കണ്ണുകൊണ്ടിനും പിടിച്ചിട്ട് വല്ല എന്തെങ്കിലും TV കണ്ടോ അങ്ങനെയൊക്കെയാണ് ഇരിക്കുക. പക്ഷെ ഇതിങ്ങനെ ഇരുന്നപ്പോഴേ ഭയങ്കര